മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 77-ാം സങ്കീർത്തനം 10-ാം തിരുവാക്യം. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. സങ്കീർത്തകൻ ഏറ്റുപറയുകയാണ്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിനുള്ള കാരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാതെ പോകുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കാത്തത് നമ്മുടെ ചില അനുസരണക്കേടുകളാണ്. അനുസരണക്കേട് ദൈവശക്തിയെ തടയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാ അനുസരണക്കേടുകളെ ഓർത്ത് അനുതപിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളെയും, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന നിരവധിയായ തകർച്ചകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, പരാജയങ്ങൾ എന്നു വേണ്ട നിരവധിയായ പ്രതിസന്ധികളെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 10,000-ങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയം ആയിരിക്കുന്നിടത്ത് നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് തന്റെ വചനമയച്ച് 1000-ങ്ങളെ അനുഗ്രഹിക്കുന്ന സമയം. പാപ പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിമോചിപ്പിക്കുന്ന നിമിഷം വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി, വിമോചനത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. 1000-ങ്ങളിലേക്ക് 10,000-ങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരുന്ന സമയം. പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെ ആത്മാവായി നമ്മിലേക്ക് നിറഞ്ഞൊഴുകുകയാണ്. വലിയ ദാഹത്തോടെ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വരിക, വരിക പരിശുദ്ധാത്മാവേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ദാഹത്തോടെ പറഞ്ഞേ, കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ വരണമേ, 10,000-ങ്ങളിലേക്ക് വരണമേ. പുതിയൊരു ശക്തിയിലുണരാൻ നമ്മൾ ഒരുമിച്ച് പാടും. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കം ഹോളി സ്പിരിറ്റ്.
ജനലക്ഷങ്ങളിലേക്ക് കവിഞ്ഞൊഴുകണമേ. അനുഗ്രഹത്തിന്റെ കൃപയുടെ നദിയായി നിറഞ്ഞൊഴുക പരിശുദ്ധാത്മാവേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണം. ഈ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ വരിക, വരിക. സകല ശാപ കെട്ടുകളെയും പൊട്ടിക്കണമേ. ഈ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കണമേ. കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. Come, come Holy Spirit, come, ഇരു come Holy കരങ്ങളും Spirit, സ്വർഗ്ഗത്തിലേക്ക് come, ഉയർത്തി come Holy Spirit, നമ്മുടെ come, മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം come, അനുഭവിച്ച് come Holy Spirit, ഹൃദയം തുറന്ന് come, അന്തരം തുറന്ന് come Holy Spirit, യേശു come, നാമം വിളിച്ച് come Holy Spirit, ശക്തിയോടെ come, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Holy Spirit, പരിശുദ്ധനായ come, കർത്താവേ, Holy Spirit, come, കരങ്ങൾ come നീട്ടണമേ, Holy Spirit, come, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപശക്തികള്, രോഗശക്തികള്, ശാപശക്തികള് നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക് സർവശക്തിയോടെ വരിക. കം ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ ചോരയാൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിന്റെ ആത്മാവിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ലോർഡ് അനോയിന്റ്. കർത്താവേ, അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ആശീർവദിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവേ ഉത്തരം നൽകണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. അനുസരണക്കേട് വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ച്. നമ്മൾ ക്രിസ്മസിനോട് ഒരുക്കമായിട്ടുള്ള നോമ്പ് കാലത്തിലാണ്. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യേണ്ട നാളുകളാണിത്. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അനുസരണക്കേട് വരുത്തിവെച്ച വിനാശങ്ങൾ. അനുസരണക്കേട് വരുത്തിവെച്ച വിനാശം. വിശുദ്ധ തിരുവെഴുത്തിൽ അനേകം വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിച്ച് ദൈവം അനുഗ്രഹിച്ചുയർത്തിയ അനേകം ജീവിതങ്ങൾ. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവം നൽകിയ നന്മകളിൽ നിന്ന്, കൃപകളിൽ നിന്ന് പിന്മാറിപ്പോയ അനേകരെയും ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 28-ാം തിരുവാക്യം. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സും. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവചനമാണിത്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, അത് വലിയ ബഹുമതിയാണ്. ആരെല്ലാം കർത്താവിനെ
വലിയ പ്രതിഫലമുണ്ട്. അത് ബഹുമതിയാണ്, ദൈവം തരുന്ന ഓണറാണത്. നമ്മുടെ ജീവിതങ്ങൾ വളരേണ്ടത് കർത്താവിനോടുള്ള അനുസരണത്തിലാണ്. അനുഗ്രഹങ്ങളുടെ താക്കോൽ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണമാണ്. ഇന്നത്തെ ഈ വചന സന്ദേശം കർത്താവ് തിരുവചനത്തിൽ പ്രധാനപ്പെട്ട 2 വ്യക്തികളിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുവാനായി പോകുന്നത്. ഒന്നാമത് പ്രവാചകനായ മോശയാണ്. രണ്ടാമത് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവൂളാണ്. ഇന്ന് ഒരുപാട് വ്യക്തികൾ വളരെ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു, സാധിക്കുന്നിടത്തോളം വിധത്തിൽ ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ നന്മകളിൽ പങ്കുപറ്റി ദൈവ അനുഗ്രഹത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. എന്താണ് ഞങ്ങളുടെ തകർച്ചയുടെ കാരണം? കർത്താവിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക പ്രവാചകനായ ജെറമിയായിലൂടെ 2-ാം അധ്യായം 17-ാം തിരുവാക്യം. യാത്രയിൽ നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്ക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതാണ്. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? ഈ വിശ്വാസയാത്രയിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് കർത്താവിനെ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, തകർച്ചകൾ, ദുരിതങ്ങളെല്ലാം സംഭവിക്കുകയാണ്. ജെറമിയ പ്രവാചകൻ പറയുകയാണ്, ഇവയെല്ലാം നീ സ്വയം വരുത്തി വെച്ചതാണ്. എന്താണ് അതിന്റെ കാരണം? നീ ദൈവമായ കർത്താവിനോട് അനുസരണക്കേട് കാണിച്ചു, നീ കർത്താവിനെ ഉപേക്ഷിച്ചു. തന്മൂലം നിന്റെ ജീവിതം കൊടിയ ദുരിതത്തിലായി. 5-ാം അധ്യായം 25-ാം വചനത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. നിന്റെ പാപങ്ങളാണ് ഈ നന്മകളെല്ലാം നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, ദൈവം ഉത്തരം തരാഞ്ഞിട്ടല്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കാഞ്ഞിട്ടുമല്ല. പലപ്പോഴും കർത്താവ് നൽകുന്ന നന്മകളിൽ പങ്കുപറ്റുവാൻ, അനുദിനം ദൈവാനുഗ്രഹത്തിൽ വളരുവാൻ, ദൈവകൃപയിൽ ഉയരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിലുള്ള പലവിധ അനുസരണക്കേടുകളാണ്. പ്രവാചകനായ മോശയുടെ ജീവിതത്തിലോട്ട് വരാം. മോശ പ്രവാചകൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ മഹത്വം അതിശക്തമായ വിധത്തിൽ ദൈവജനത്തിൻ്റെ മധ്യ വെളിപ്പെടുത്തിയ പ്രവാചകനായിരുന്നു മോശ. നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം വചനത്തിൽ കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം കർത്താവുമായൊരു വിട്ടുപിരിയാത്തൊരു ആത്മബന്ധം, കർത്താവിൻ്റെ സാന്നിധ്യത്തെ സംവഹിച്ച പ്രവാചകൻ, കർത്താവുമായി മുഖാമുഖം സംസാരിച്ച പ്രവാചകൻ, ദൈവജനത്തിൻ്റെ ഭാരങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ച പ്രവാചകൻ. എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളിലുമാണ് മോശയിലൂടെ ദൈവം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ മോശ പ്രവാചകൻ എന്താ സംഭവിച്ചത്? തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യനാളുകളിലേക്ക് മോശ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു അനുസരണക്കേട് മോശ കർത്താവിനോട് ചെയ്യുകയാണ്. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം അവര് സീൻ മരുഭൂമിയിലെത്തി. സീൻ മരുഭൂമിയിൽ കാദേശിൽ അവര് കൂടാരമടിച്ച് താമസിക്കുകയാണ്. എന്നാൽ അവിടെ അവർക്ക് വെള്ളം ലഭിച്ചില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് ജനം പിറുപിറുക്കാൻ തുടങ്ങി. ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ ഇസ്രായേലിൽ പരാതി പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആരാണ് വെള്ളം തരിക? വെള്ളം കിട്ടാതെ ദാഹിച്ച് വരണ്ടിരിക്കുകയാണ് അവര്. ഈ സമയത്ത് മോശ പ്രവാചകൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. 20-ാം അധ്യായം 7-ാം തിരുവാക്യം. കർത്താവ് വ്യക്തമായി മോശയോട് സംസാരിക്കും. കർത്താവ് വിളിക്കും, മോശ, നീ നിന്റെ കയ്യിൽ വടിയുമായി പോവുക.
നീ ആ പാറയോട് ആജ്ഞാപിക്കുക, മരുഭൂമിയിൽ ഈ പാറയോട് നീ ആജ്ഞാപിക്കുക, ആ പാറയിൽ നിന്ന് എൻ്റെ ജനത്തിന് ആവശ്യമായ ദാഹജലം ഞാൻ സമൃദ്ധമായി കൊടുക്കും. കർത്താവിൻ്റെ വാക്ക് കേട്ട് മോശ മരുഭൂമിയിലെ ആ പാറയുടെ അരികിലേക്ക് നീങ്ങുകയാണ്. 10ാമത്തെ വചനം പറയാണ്, ആ പാറയുടെ അരികിൽ ചെന്ന് മോശ പറഞ്ഞു, ധിക്കാരികളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾക്ക് പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞ് അനുസരണക്കേടിന് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ മോശപ്രവാചകൻ പറയാം. ഇതൊന്നും പറയുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ വചനത്തോട് മറുതലിച്ച് കർത്താവിൻ്റെ വാക്കുകളോട് അനുസരണക്കേട് കാണിച്ച് മോശ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണോ? മോശയാണ് വെള്ളം കൊടുക്കുന്നത്, അത് ദൈവമായ കർത്താവാണ് വെള്ളം കൊടുക്കുന്നത്. മോശയ്ക്ക് സംഭവിച്ച വലിയൊരു പരാജയമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ വളരെ ഹൃദയത്തുറവയോടെ ആയിരിക്കണം. ഇത് നമുക്കുള്ള ദൂതാണ്. കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മോടാണ് സംസാരിക്കുന്നത്. മോശ പറഞ്ഞു, ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണോ? ഇത് പറഞ്ഞ് പാറയുടെ മേൽ മോശ 2 പ്രാവശ്യം വടികൊണ്ട് അടിക്കുകയാണ്. കർത്താവ് അടിക്കാൻ ആവശ്യപ്പെട്ടില്ല, കർത്താവ് ആജ്ഞാപിക്കാനാണ് പറഞ്ഞത്. നീ പാറയോട് കമാൻഡ് ചെയ്യുക, പാറയിൽ നിന്ന് എൻ്റെ ജനത്തിന് ആവശ്യമായ വെള്ളം ഞാൻ പുറപ്പെടുവിക്കും. എന്നാൽ ഈ വചനത്തോട് അനുസരണക്കേട് കാണിച്ച് മോശ ആ പാറയ്ക്കിട്ട് അടി കൊടുക്കുകയാണ്. ആ രംഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ച് നോക്കിക്കേ. മോശ കമാൻഡ് ചെയ്യുന്നു പാറയോട് വെള്ളം പുറപ്പെടുവിക്കാൻ. I command you to yield water to the people. പക്ഷെ വെള്ളം വരുന്നില്ല. വീണ്ടും അല്പം ദേഷ്യത്തോടെ മോശ പറയാണ്, Yield! വീണ്ടും വെള്ളം വരുന്നില്ല. അസ്വസ്ഥനായി അരിശപ്പെട്ട് ആ പാറയ്ക്കിട്ട് 2 അടി വെച്ചു കൊടുക്കുക. Yield! അതാണ് അനുസരണക്കേട്. മോശ അടിക്കുന്നത് നോക്കിക്കണ്ട് മോശ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോഴും ഇത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോഴും ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കും. അത് നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കരുണയാലാണ്. നമ്മുടെ കർത്താവ് മനസ്സലിവിൻ്റെ ദൈവമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവം പറയുന്ന കാര്യങ്ങളോടൊന്നും കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുന്ന് സർവജ്ഞാനിയാണ്. മോശയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ പലപ്പോഴും വളരെ ഹൃദയ തകർച്ചയോടെയാണ് ഈ തിരുവചനങ്ങൾ വായിച്ചിട്ടുള്ളത്. മോശ, നിനക്ക് എന്തു പറ്റി? ഇത്രമാത്രം കർത്താവിനെ അനുസരിച്ച് കർത്താവിനോട് വിശ്വസ്ത പുലർത്തി നീ മുന്നോട്ട് പോയിട്ട് നിന്റെ ശുശ്രൂഷയുടെ അന്ത്യനാളുകളിൽ നീ എന്താ ചെയ്തത്? 12ാമത്തെ വചനം കർത്താവ് മോശയോട് പറയും, നിങ്ങൾ എന്നിൽ ദൃഢമായി വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ജനത്തെ വാഗ്ദാന ദേശത്ത് എത്തിക്കുന്നത് ഇനി നിങ്ങളായിരിക്കുകയില്ല. അതിന്റെ റിസൾട്ട് അതാണ്. മോശ ചെയ്ത അനുസരണക്കേടിന്റെ ഫലം എന്തായിരുന്നു? വാഗ്ദാന ദേശത്ത് കാലുകുത്തുവാൻ മോശയ്ക്ക് കഴിയാതെ പോയി. ഇത് വലിയൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുന്നത്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, നീ എന്ത് പണിയായി ചെയ്തത്? ഇത്രമാത്രം കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് ഈ ജനത്തെ ആ വാഗ്ദാന ദേശത്തിൻ്റെ അരികിലെത്തിച്ചിട്ട് മോശയെ ഒന്ന് ആ ദേശത്ത് കാലുകുത്തിക്കാമായിരുന്നില്ലേ? കർത്താവ് പറഞ്ഞു, അധികം നൽകിയവനിൽ നിന്ന് ഞാൻ അധികം ആവശ്യപ്പെടും. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിന് ദൈവം തൻ്റെ പ്രവർത്തികൾ കാണിച്ചു കൊടുത്തു, എന്നാൽ മോശയ്ക്ക് തൻ്റെ വഴികൾ ദൈവം പറഞ്ഞു കൊടുത്തു. ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഹൃദയ തുടിപ്പുകൾ
കർത്താവിൻ്റെ ആലോചനകൾ വ്യക്തമായി അറിഞ്ഞിരുന്ന മോശയാണ് ഇതുപോലെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്. സഹോദര സഹോദരി, ഇത് നമുക്കുള്ള വാണിംഗാണ്. എന്തുമാത്രം വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു, എന്തുമാത്രം നന്മകൾ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, എന്തുമാത്രം കർത്താവ് നമ്മളെ പരിപാലിച്ചു. എന്നിട്ടും കർത്താവിനോട് മറുതലിച്ച് അവിടത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തകർച്ചകൾ, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായ മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15 വരിക. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവൂൾ, ദൈവമായ കർത്താവ് വ്യക്തമായി പ്രവാചകനായ സാമുവേലിലൂടെ തൻ്റെ ആലോചന സാവൂളിനെ അറിയിക്കുകയാണ്. അമലേക്കിനെ മുഴുവൻ നശിപ്പിക്കുക, ആരെയും അവശേഷിപ്പിക്കരുത്, അമലേക്കിനെ മുഴുവൻ നീ നശിപ്പിച്ച് കളയുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ആലോചന ഇതായിരുന്നു. എന്നാൽ രാജാവായ സാവൂൾ എന്താ ചെയ്തത്? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. അമലേക്ക് രാജാവായ അഗാഗിനെയും അവരുടെ നല്ല ആടുമാടുകളെ, തടിച്ച പശുക്കള്, കാളകൾ എന്ന് വേണ്ട നല്ല നല്ല മൃഗങ്ങളെയെല്ലാം നശിപ്പിക്കാതെ സാവൂള് അത് തനിക്കായി സൂക്ഷിക്കുകയാണ്. സാവൂളിൻ്റെ ഈ പ്രവൃത്തി കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് കരയുകയാണ് സാവൂളിനെ ഓർത്തുകൊണ്ട്. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട വെറും നിസ്സാരനായ സാവൂളിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കി ദൈവം ഉയർത്തിയത് ദൈവം അവരോട് കാണിച്ച കരുണയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വാക്കുകളോട് അനുസരണക്കേട് കാണിച്ച് അവൻ അവിശ്വസ്തനായി തീർന്നു. ഈ അനുസരണക്കേടിൻ്റെ ഫലം എന്തായിരുന്നു? സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 15-ാം അധ്യായം 10-11 തിരുവാക്യങ്ങൾ. കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു. സാവൂളിനെ ഓർത്ത് കർത്താവ് കരയുകയാണ്. ഇവിടെ വലിയൊരു മെസ്സേജ് നമുക്കുണ്ട്. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ കുടുംബം കണ്ട്, നമ്മുടെ പ്രവർത്തികൾ കണ്ട് ഇന്ന് കർത്താവ് കരയുകയാണോ അതോ കർത്താവ് ആനന്ദിക്കുകയാണോ? ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ പരിശോധിക്കണം. ഇന്ന് എൻ്റെ ഈ ജീവിതം കർത്താവിന് യോഗ്യമായൊരു ജീവിതമാണോ? 16 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. പ്രവാചകനായ സാമുവേല് കർത്താവിൻ്റെ ആലോചന സാവൂളിനെ അറിയിക്കും. നീ കർത്താവിൻ്റെ വാക്കുകളോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവിടുന്ന് നിന്നെ ഇസ്രായേലിൻ രാജസ്ഥാനത്ത് നിന്ന് തിരസ്കരിച്ചിരിക്കുന്നു, നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വീണ്ടും 28-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇനി നീയല്ല ഇസ്രായേലിന്റെ രാജാവ്, ഈ രാജസ്ഥാനം നിന്നേക്കാൾ യോഗ്യനായ നിന്റെ അയൽക്കാരനെ എന്ന് പറഞ്ഞത് ദാവീദായിരുന്നു. സാവൂളിനെ രാജസ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവൻ കാണിച്ച അനുസരണക്കേടിന് അവന് ലഭിച്ച ഫലം എന്തായിരുന്നു? അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അവസാനം സ്വന്തം വാളിന്മേൽ വീണ് സാവൂൾ ആത്മഹത്യ ചെയ്യുകയാണ്. സാവൂളിൻ്റെ ജീവിതം തികച്ചും പരാജയമായിട്ട് മാറി, ദുഃഖപൂർണമായിട്ട് മാറി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദുരന്തമായിട്ട് മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തത്തിന് കാരണം എന്തായിരുന്നു? കർത്താവിനോട് കാണിച്ച ഒരു അനുസരണക്കേട്. അനേകം അനുസരണക്കേടുകളല്ല, ഒരൊറ്റ അനുസരണക്കേട്. പ്രവാചകനായ മോശയെ ഞാൻ ധ്യാനിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതായിരുന്നു. ഒരൊറ്റ അനുസരണക്കേട് മൂല വാഗ്ദാന ദേശം മോശയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നാം നമ്മളെ തന്നെ പരിശോധിക്കുക. കർത്താവിൻ്റെ വാക്കുകളോട്, കർത്താവിൻ്റെ പ്രവൃത്തികളോട്, കർത്താവ് നൽകിയ മുന്നറിയിപ്പുകളോട് ഞാൻ എന്തുമാത്രം വിശ്വസ്തനായിരുന്നു, ഞാൻ അവിടെയെല്ലാം എന്തുമാത്രം അനുസരണക്കേട് കാണിച്ചു. എൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി പലപ്പോഴും
ലൗകികമായ സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കർത്താവ് ഞാൻ തള്ളിക്കളഞ്ഞു, കർത്താവിൻ്റെ വചനങ്ങൾ ഞാൻ ധിക്കരിച്ചുവോ? അനുദപിക്കുക പ്രിയപ്പെട്ടവരെ. ഒരു പുത്തൻ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിൽക്കുക. പ്രവാചകനായ മോശയിലൂടെയും ഇസ്രായേലിന്റെ ആദ്യ രാജാവായ സാവൂളിലൂടെയും പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഇത് നമുക്കുള്ള ദൂതാണ്, ഇത് കർത്താവിന്റെ ശബ്ദമാണ്. നമ്മൾ ആരും ഇത് അവഗണിക്കരുത്. മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി നിഷ്കളങ്ക ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ. അനുസരണക്കേടിന്റെ കളകളെ സ്വർഗത്തിന്റെ തീയായി ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവേ ധരിച്ചു കളയണമേ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ. ഇന്നോളം കർത്താവേ ഞങ്ങൾ ചെയ്ത എല്ലാ അനുസരണക്കേടുകളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് കരുണ തരണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, നിന്റെ ചോരയാൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ ബലമുള്ള കരങ്ങൾ ഉയർത്തി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശാന്തരങ്ങളെ കർത്താവേ അവിടുത്തെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കണമേ. ബ്ലെസ് ബ്ലെസ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ഇരുകരങ്ങളെ യാചനാപുറം തുറന്നു പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു അനുസരണക്കേട് വരുത്തിവെച്ച വിനാശങ്ങളെക്കുറിച്ച്. കർത്താവിന്റെ തിരുസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത്, അനുസരണക്കേടുകളെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ ചോരയാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കാൻ, അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന പാപശക്തികള്, പൈശാചിക ആധിപത്യങ്ങള് കർത്താവിന്റെ നാമത്തിന്റെ യോഗ്യതകളാൽ നിർവീര്യമാകുവാൻ ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഹൃദയ നുറുക്കത്തോടെ യേശു നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആയിരങ്ങളെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യുന്ന സമയം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം അഗ്നിയായി കത്തിപ്പടരുന്ന സമയം എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തിയ സ്നേഹത്തിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ച കൃപയ്ക്കായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിലൂടെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഈ അഭിഷിക്ത വചനങ്ങൾക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കരുണ. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ,